ഹായ്, ഇന്ന് നിങ്ങളെ ഞാനൊരാളെ പരിചയപ്പെടുത്താം. ഒരു ബിൽഡറെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒപ്പം ഒരു വില്ല പ്രോജക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. ഇതിനെന്തായാലും തീർച്ചയായിട്ടും ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ലൊക്കാലിറ്റിയിലുള്ള ഒരു വില്ല പ്രോജക്റ്റാണ്. ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ സ്ഥിരം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെട്ടാലോ? ഈ നിൽക്കുന്ന ആളെയാണ് ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞത്. ചേട്ടാ, പേര് പറഞ്ഞു. പേര് എനിക്കറിയാം, എന്നാലും ഇവർക്ക് വേണ്ടിയിട്ട് ആ പേരെന്ന് പറഞ്ഞേ. നമസ്കാരം, പേര് അനീഷ്. അനീഷ് ചേട്ടനാണ് നമ്മുടെ ഈ ഒരു ബിൽഡേഴ്സിൻ്റെ, തേജസ് ബിൽഡേഴ്സിൻ്റെ ഓണർ. ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ അനീഷേൻ്റെ ഒരു പ്രോജക്റ്റിനകത്താവുള്ളത്. അനീഷേട്ടൻ നമ്മുടെ ഈ പ്രോജക്റ്റ് എവിടെ വരുന്നത്? എക്സാക്റ്റ് പറയണമെങ്കിൽ വൈറ്റ് ലൈൻസിൽ നിന്ന് 9 കിലോമീറ്റർ പനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് അടുത്തല്ലേ നമ്മുടെ മറ്റേ മാള്? ഇപ്പോൾ പുതിയതായിട്ടുള്ള മാൾ പറഞ്ഞ ഫോറം മാൾ ഇവിടെ അടുത്താണ്. 6 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത്. ഇവിടുന്ന് 6 കിലോമീറ്റർ. വണ്ടിയിൽ ഇപ്പോൾ NH ഓറിയന്റഡ് ആയതുകൊണ്ട് ഒരു 5 to 6 മിനിറ്റേ ഉള്ളൂ ഡ്രൈവ് ഡിസ്റ്റൻസ്. ഞാൻ വേറെ കാര്യം ചോദിച്ചു, നമ്മുടെ ഈ പ്രോജക്റ്റ് എത്ര ഏക്കറിലോ അല്ല എത്ര സെന്റിലോ ആണ്? ടോട്ടൽ പ്രോജക്റ്റ് ഇരിക്കുന്നത് 72 സെന്റ് സ്ഥലം. 72 സെന്റ് സ്ഥലത്തിലാണ്. എത്ര വില്ലകളുണ്ട് മൊത്തം? ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ 9 വില്ലയാണ് കംപ്ലീറ്റഡ് ആയി കിടക്കുന്നത്. 9 എണ്ണം. ഇനിയും വരുന്നുണ്ടോ ഇതിനകത്ത്? ഇനി ഒരു 5 വില്ലയും കൂടി പ്ലാനിങ് ഉണ്ട്. ഇനി 5 വില്ലയുടെ വരുന്നുണ്ട്. അതെ, ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതുണ്ട്. കാരണം ചേട്ടനെ ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് പരിചയപ്പെടുന്ന ചിലർക്ക് അറിയത്തുണ്ടാവില്ല. ഇപ്പം തേജസ് ബിൽഡേഴ്സ് ചിലപ്പോൾ അത്രയും ഒരുപാട് ഓഡിയൻസിലേക്ക് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ തേജസ് ബിൽഡേഴ്സ് എത്ര വർഷമായ കമ്പനിയാണ്? ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 25 കൊല്ലമാവുന്നു. 25 കൊല്ലം. അതെ. ഞാൻ ഈ ചോദിച്ചതിൻ്റെ മുന്നിൽ വേറൊരു ദുരുദ്ദേശം കൂടെ എനിക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആളുകൾക്ക് ഈ ബിൽഡേഴ്സിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആളുകൾക്ക് വരാം. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഉണ്ട്, ഒരുപാട് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെ വന്നു കഴിയുമ്പോൾ ഓക്കെ, ആളുകൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഇതുണ്ടോ? അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ക്ലയൻറ്റ് ബേസ് തന്നെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും 1200 മേലെ നമ്മളുടെ കൺസ്ട്രക്ഷൻ ഏരിയയിൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കസ്റ്റമേഴ്സായിട്ട്, കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളായിട്ട് അങ്ങനെ നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ കാര്യങ്ങളൊക്കെ പണിയൊക്കെ അറിയാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ പണി അറിയാമെന്നൊക്കെ ഇവർ പറഞ്ഞാലും ഞാനെങ്കിലും ഈ വില്ല കയറി കാണുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതേപോലെ ഞാൻ പറയും കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ ഇപ്പം നമ്മൾ ഏകദേശം 25 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്, കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നമ്മൾ എത്രാമത്തെ പ്രോജക്റ്റാണ്? അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വീടുകളായിരുന്നു ആദ്യം ചെയ്തത്. പിന്നെ സിംഗിൾ വീടുകളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്ത് നെട്ടൂരായിരുന്നു. അത് വാം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് അത് 2018-19 കോവിഡിന് മുമ്പ് അത് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് കോവിഡിന് ശേഷം ഉണ്ടായിരുന്നു. അത് 10 വില്ലയായിരുന്നു. 10 വില്ലയായിരുന്നു. അതെ അതെ. അതിനുശേഷം ഈ കോവിഡിന് ശേഷം നമ്മൾ 2021 ഈ പ്രോപ്പർട്ടി ബൈ ചെയ്യണത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ 2023 പ്രോജക്റ്റ് കംപ്ലീറ്റ്. ഫസ്റ്റ് ഫേസ് ആണ്. ഞാൻ ഈ വില്ലയ്ക്ക് ഒരു വലിയ വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് ഒരു യൂണിറ്റ് റെഡി ടു ഓക്കുപ്പൈ യൂണിറ്റിൻ്റെ പ്രൈസ് ഈ ഒരു ഏരിയയിൽ വേറൊരു വില്ലയ്ക്കും റെഡി ടു ഓക്കുപ്പൈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി അതുകൂടെ പറയണം അല്ലേ? തീർച്ചയായിട്ടും. പ്രൈസ് ഞാനിപ്പം പറയത്തില്ല, പ്രൈസ് ലാസ്റ്റേ പറയത്തുള്ളൂ. അത് നിങ്ങൾ കാത്തിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് അടിപൊളി ഒരു ഡീല് തന്നെ ആയിരിക്കും അല്ലേ? കാരണം നമ്മൾ ഈ വൈറ്റില അവിടെ നിന്നുള്ള സർക്കിൾ എടുത്താൽ മരട്, കുണ്ടന്നൂര്, പനങ്ങാട്, കുമ്പളം അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയുടെ ഒരു പരിധി വരെ സിറ്റിനോട് അടുത്തുള്ള പരിധി എടുത്താൽ ഈ ഗേറ്റഡ് വില്ലയായിട്ടുള്ള ന്യൂ ബ്രാൻഡ് വില്ല അത് അവൈലബിൾ ആണ്, കിട്ടാൻ സാധ്യതയില്ല. അല്ല, ഞാനും നമ്മൾ ഈ തൃപ്പൂണിത്തുറയൊക്കെ നമ്മളും വീഡിയോ ചെയ്യുന്നതാണ്. ഈ തൃപ്പൂണിത്തുറയൊക്കെ ഇൻഡിപെൻഡൻറ്റ് ലാൻഡിൽ വില്ലകളുണ്ട്, പിന്നെ വേറെ 1-2 വീടുകൾ. അപ്പോൾ ഇനി വേറെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നമ്മൾ ആൾ വന്നു കഴിഞ്ഞാൽ പണിത് കൊടുക്കും എന്നുള്ളതല്ലാതെ റെഡി ടു ഓക്കുപ്പൈ ഇപ്പം കസ്റ്റമറിന് ആവശ്യം എന്നുള്ള നിലയിൽ പണിതിട്ടിട്ടില്ല. അതാണ് ഇതിലെ വില്ല പ്രോജക്റ്റ് എന്ന് പറയും, പരസ്യം കാണും. നമ്മൾ ചെല്ലുമ്പോൾ അറിയണം ഒരു മോക്ക് വില്ല ചെയ്തിട്ട് ബാക്കിയെല്ലാം 1 കൊല്ലത്തിനുള്ളിൽ 2 കൊല്ലത്തിൽ പണിത് തരാമെന്ന് പറയും. പക്ഷെ നമ്മുടെ സിസ്റ്റം അതല്ല. നമ്മൾ ലാൻഡ് എടുത്ത് അതിലെല്ലാം കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് അത് കൺസ്ട്രക്ഷൻ ചെയ്യണ ഓരോ സ്റ്റേജിൻ്റെയും ഫോട്ടോസ് ഉണ്ട്. ഏകദേശം ഓരോ ഫൗണ്ടേഷൻ എങ്ങനെയാണ്, ഭൂമി എങ്ങനെ കിടന്നിരുന്നത് വെച്ചത്, എന്തൊക്കെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഈച്ച് ആൻഡ് എവരി ഫോട്ടോസ് ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇവർക്ക് കൊടുക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ബിൽഡർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അത് വാക്കാലല്ല, ഞങ്ങളുടെ സോൾഡ് എവിഡൻസ് ആയിട്ട് നമ്മൾ കൊടുക്കും. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് മൊത്തം എത്ര വില്ലകളാണ് ഉള്ളത്? നമുക്കിപ്പോൾ 9 വില്ലയാണ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഫസ്റ്റ് വില്ല. അതെ, റെഡി ടു ഓക്കുപൈ. പക്ഷേ അതിൽ അവൈലബിൾ ആയിട്ടൊരു 3-4-5 വില്ലയും കൂടിയാണ് നമുക്കുള്ളത്. ഓൾറെഡി ഇപ്പോൾ 3-4 ഓക്കുപൈ ആയി. അപ്പോൾ ഇനി ഞാൻ കാര്യം, ഇവിടെ കോമൺ അമ്യൂണിറ്റീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കോമൺ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ചെറിയൊരു ഗാർഡൻ ഏരിയ ഉണ്ട്. പിന്നെ ഈ 71 സെന്റിനകത്ത് 16 സെന്റാണ് നമുക്കൊരു കോമൺ ഏരിയയിൽ വരുന്നത്. അതിൽ ഈ 16 സെന്റ് നമുക്കൊരു പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇവിടെ കളിക്കാനും റോളർ സ്കേറ്റിങ്ങിനോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്കായിട്ട് സേഫ് ആയിട്ടുള്ള ഇത്
അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്തുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ നമുക്ക് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, CCTV ലൈവ് ഫുട്ടേജ് നമുക്ക് എപ്പോഴും എവിടെ ഇരുന്നാലും കാണാം. ഇപ്പോൾ വിദേശത്തുള്ളതാണെങ്കിൽ വീട് വാങ്ങിച്ചാലും അവർക്ക് അവിടെ ഇരുന്ന് കാണാം. ഇപ്പം ഒരുപാട് പേര് വിദേശത്ത് വാങ്ങിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് റീസെൻ്റ്ലി ഒരു 2 മാസം മുമ്പ് നമ്മുടെ കസ്റ്റമേഴ്സ്, എനിക്ക് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് കൂടുതലും വിദേശത്തുള്ള ആളുകളാണ്. അവർ നമ്മുടെ വീഡിയോസൊക്കെ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്നാണ് അവർ പറയുന്നത്. കാരണം അവിടെ ഇന്ന് ഫുള്ള് കാണുന്നു, ഇവിടെ വരുന്നു, പർച്ചേസ് ചെയ്യുന്നു. പാരന്റ് വീട്ടിലുള്ളതാണെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കും, സെക്യൂർഡ് ആയിട്ട് താമസിക്കണം. ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണെങ്കിലും നഗരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഹോസ്പിറ്റല്, അതല്ല മാളുകൾ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ അടുത്തുണ്ട്. അതെ, അപ്പോൾ അതിൻ്റെ ഒപ്പം അവരുടെ സേഫ്റ്റിയും കൂടെ ആണല്ലോ. അപ്പോൾ വീട്ടിൽ അവർ വിദേശത്താണെങ്കിലും അച്ഛനും അമ്മയോ അല്ലെങ്കിൽ വൈഫോ കുട്ടികളിവിടെ ആണെങ്കിൽ ലൈവായിട്ട് അവർക്ക് കാണാം, ലൈവായിട്ട് ഫുള്ള് പ്രോപ്പർട്ടിയും കാണാം, ഇവിടെ ആരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മാത്രമല്ല എല്ലാ പ്രോജക്റ്റിലും ഉണ്ട്. പക്ഷെ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഗേറ്റഡ് വില്ലയിൽ ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു വില്ല കിട്ടാറുണ്ട്. ഇനി അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റിടത്ത് സർവീസ് ചാർജ് ഹെവി ആയിരിക്കും കൊടുക്കേണ്ടത്. അതെ അതെ, ഇവിടെ അത്രയും വരുന്നില്ലല്ലോ. ഇവിടെ നമുക്ക് അത്രയ്ക്കുള്ള ചാർജേ വരുന്നുള്ളൂ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ പലരും വന്ന് ചോദിക്കും പൂളില്ലേ, ജിമ്മില്ലേ, പക്ഷെ എത്ര പേര് ഈ വില്ലയിൽ താമസിക്കുന്ന പൂളും ജിമ്മും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഇവരാരും ചിന്തിക്കുന്നില്ല. ഇവിടെ നമുക്ക് വരുന്ന ഒരു സെക്യൂരിറ്റിയുടെ ചാർജും ഒരു ഹൗസ് കീപ്പിങ്ങിന്റെ ചാർജും അതൊരു കോമൺലി ചിന്തിച്ച് 2500-3000 രൂപ താഴെ വരുന്നുള്ളൂ. അത്രയും വരുമോ? അത്രയും പോലും വരില്ല. ഈ വില്ല ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഒരു അസോസിയേഷൻ ആയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റും. വളരെ ഈസി. കാരണം ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇല്ലാത്തത്. അതെ, കാരണം ഈ ഒരു ഏരിയയിൽ പലരും ടൗണിൻ്റെ ഇത്രയും അടുത്ത് ഇപ്പം കൂടുതലും കിടക്കുന്ന വീടുകൾ കാക്കനാട് ഭാഗത്ത് കിടക്കുന്നുണ്ട്, പിന്നെ ആലുവ ഭാഗം അങ്ങോട്ടൊക്കെയാണ് കൂടുതൽ, പിന്നെ കൈതാരം ആ ഒരു വരാപ്പുഴ ഭാഗം. പക്ഷേ ഈ ഏരിയയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കൊടുക്കാനില്ല. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ CRS സോൺ നോക്കണം, നിലമ്പുരയിടം നോക്കണം, അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഫ്ലഡ് എഫക്റ്റഡ് ആണെന്ന് നോക്കണം. ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് നമ്മൾ വരുമ്പോൾ ഈ അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ഇവിടെ ഈ പ്രദേശത്ത് ഈ വൈറ്റിലെ ഭാഗത്ത് ഈ ഫ്ലഡ് ആകാത്തതും അത് ഒറിജിനൽ ലാൻഡും കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അഫോർഡബിൾ കോസ്റ്റ് ആകണ്ടേ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് എവിടെ നിങ്ങൾ കമ്പയർ ചെയ്താലും ഒരു വില്ല പ്രോജക്റ്റ് റെഡി ടു ഓക്കുപ്പൈ ന്യൂ വില്ലയാണെങ്കിൽ ഈ റേഞ്ച് കിട്ടാൻ സാധ്യതയെന്ന് പറഞ്ഞതാണ് തീർച്ചയായിട്ടും. ഇനി ഞാൻ വേറെ അടുത്ത കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഈ ഒരു വില്ല എത്ര സ്ക്വയർ ഫീറ്റിലാണ് ഇരിക്കുന്നത്? നമുക്ക് ഒരു വില്ലയുടെ ലാൻഡ് ഏരിയ വന്നിട്ട് 4 to 4.5 സെൻസ് ആണ്. അത് മേ ബി ഒരു 4.15 ആയിരിക്കാം, 4.22 ആയിരിക്കാം. അതുകൂടാതെ 1.14 ഒരു അൺഡിവൈഡ് ഷെയർ ഉണ്ട്. അൺഡിവൈഡ് ഷെയറും കിട്ടും, അത് വേറെ ഉണ്ട്. അങ്ങനെ നോക്കുന്ന 5 സെന്റ് കൂടുതലുണ്ട്. പിന്നെ വില്ല ഏരിയ വരുന്നത് 2150 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. 2150 സ്ക്വയർ ഫീറ്റ്. എത്ര ബെഡ്റൂം ഉണ്ട് ചേട്ടാ? 3 ബെഡ്റൂം ഉണ്ട്. പിന്നെ അപ്പർ ലിവിംഗ് വേണമെങ്കിൽ നമുക്ക് ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം, ഇന്നത്തെ കാലത്ത് IT-കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാം തീർച്ചയായിട്ടും. അനീഷേട്ടൻ, ഞാൻ വേറെ കാര്യം, നിങ്ങൾ ഈ ഇന്റീരിയർ വർക്ക് ഇല്ലാതെ പലരും വേണ്ടാന്നാണ് പറയുന്നത്. കാരണം ലൈറ്റുകളൊക്കെ വേണം, ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്ത് തീർത്തേ പറ്റുമോ? നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമോ? 2 രീതിയും ചെയ്യും. നമ്മളിപ്പോൾ വീടിൻ്റെ എല്ലാ ഫിറ്റിങ്സുകളൊക്കെ ഉണ്ടാവും, സാനിറ്ററി ഐറ്റംസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ അത്യാവശ്യം കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇൻറ്റീരിയർ പാർട്ട് എന്ന് പറയുമ്പോൾ മാസമായിട്ടുള്ളതാണ്, ഒരുപാട് വൈഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഏത് റേഞ്ചിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇൻഹൗസ് ആയിട്ട് അതിൻ്റെ ആൾക്കാരുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വീട്ടിൽ ഇപ്പോൾ എടുത്ത ആൾക്കാർ, ഇന്ത്യയിൽ ചെയ്തെടുത്ത ആൾക്കാരുണ്ട്, നമ്മൾ ചെയ്ത റെഡി ടു ഓക്കുപ്പൈ എന്ന് പറഞ്ഞ് കൊടുത്തതുണ്ട്. അപ്പോൾ 2 രീതിയിൽ ചെയ്യാം. കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ചും കൂടി ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാം. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളൊരു ഇന്ത്യയിൽ ചെയ്താൽ അതിനൊരു കോസ്റ്റ് ഫിക്സ്ഡ് ആണ്. പക്ഷെ ഒരു ക്ലയന്റ് വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ബഡ്ജറ്റും കൂടി അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. യെസ്, അതിനകത്ത് വേറെ വലിയൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ റെഡി ടു ഓക്കുപൈ വീടുകളിലെല്ലാം അല്ലെങ്കിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത വീടുകളിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ പറയുന്നത് ഫിക്സ് എന്നാണോ അതാണ് പ്രൈസ്. ഇത് നമ്മൾ വീടിനും സ്ഥലത്തിനും ഈ ഒരു കമ്മ്യൂണിറ്റിക്കുള്ള പ്രൈസാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. ബാക്കിയുള്ള ഇൻറ്റീരിയർ ഇപ്പോൾ അവർ വന്ന് പറയുകയാണ് ഇവിടെ മൾട്ടിവുഡ് വേണ്ട, അതല്ല പാർട്ടിക്കിൾ ബോർഡ് മതി, അതല്ല MDF മതി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അത് വെച്ച് തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ അവർ പറയാണ് മറൈൻ പ്ലൈയുടെ ഏറ്റവും ഉയർന്ന പ്ലൈ തന്നെ വേണം എന്ന് പറഞ്ഞാൽ അതും വെച്ച് നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. അതുകൂടാതെ ഈ ഫർണിച്ചർ ഐറ്റംസ് അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാവും. ചിലപ്പോൾ അവർ താമസിക്കുന്ന വീട്ടിൽ അവർ പഴയ വീട്ടിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാന്നുള്ളൂ. ചിലപ്പോൾ അവരെടുക്കുന്ന വില്ലക്ക് ഇപ്പോൾ അവരുടെ ബഡ്ജറ്റ് വില്ല പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്റീരിയറിലൊക്കെ അവർക്ക് പിന്നീട് ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ തൽക്കാലം അവരുടെ ഫർണിച്ചർ ഉപയോഗിച്ചിട്ട് ഒരു വില്ല വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ പർപ്പസ്. അതിന് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ആണ് ഇതുള്ളതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മുടെ വില്ലയിലേക്ക് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും? എല്ലാ വില്ലയിലും കവേർഡ് ആയിട്ട് 2 വണ്ടി പാർക്ക് ചെയ്യാം. പിന്നെ ഈ കാണുന്ന പോലെ നമുക്ക് ഓരോ ഓപ്പൺ സ്പേസ് അതിന്റെ ഫ്രണ്ടിലുണ്ട്, ഗാർഡൻ ആയിട്ട് അത് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് 3ാമത്തെ വണ്ടിയും പാർക്ക് ചെയ്യാം. പിന്നെ വൈഡ് ആയിട്ട് കയറി വരുമ്പോൾ ഏകദേശം 5.8 മീറ്റർ വിടുത്തുള്ള റോഡാണ്. പിന്നെ ഇതിൽ ആപ്പിൾ 5.8 മീറ്റർ, അതെ, കയറി വരുമ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ.
അതെ, അതിൻ്റെ അകത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് ആ രീതി പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇനി ഞാൻ അടുത്ത കാര്യം ചോദിച്ചില്ല, ഈ ഗ്രാനൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗ്രാനൈറ്റ് ഉണ്ട്, സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് അല്ലേ? അതെ, തീർച്ചയായും. അപ്പോൾ ഈ സിറ്റ് ഔട്ടിലൊക്കെ ഈ ഗ്രാനൈറ്റും അതേപോലെ തന്നെ ഈ ടൈലുകളൊക്കെ ഏത് കമ്പനിയുടെയാണ്? ടൈലുകൾ അത് ഏത് കമ്പനിയാണ്? അത് നന്നായി, നല്ലൊരു ചോദ്യമാണ്. സാധാരണ ആൾക്കാർ വന്നിട്ട് വീടിന്റെ പ്രൈസ് മാത്രമേ ചോദിക്കുള്ളൂ. വീടിന്റെ കൺസ്ട്രക്ഷന്റെ ക്വാളിറ്റിയും എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചെന്നുള്ളത് സെക്കൻഡറി ആയിട്ട് വരാറുള്ളൂ. ഇപ്പൊ നമ്മൾ സിംബോളോന്റെ ടൈലുകളാണ് ഉപയോഗിച്ചേക്കുന്നത്, സിംബോളോന്റെ ടൈലുകൾ, കജാരിയ, ഈ 2 ബ്രാൻഡാണ് ഉപയോഗിച്ചേക്കുന്നത്. ബ്രാൻഡഡ് സാധനം തന്നെയാണ്. ഇപ്പം പലരും ബ്രാൻഡഡ് അല്ല യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം മാർക്കറ്റിൽ ഇപ്പൊ സിംബോളോന്റെ 120 ടൈല് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് 60 രൂപക്കും 40 രൂപക്കും കിട്ടും. അപ്പൊ നമ്മള് ടൈലല്ല, ഇത് ബ്രാൻഡ് ആണെന്നും കൂടെ അതിലൊരു ക്വാളിറ്റി ഉണ്ട് തീർച്ചയായിട്ടും. ഇനി വേറെ തടിയൊക്കെ എന്താ ഉപയോഗിച്ചേക്കുന്നത്? അത് നമ്മളിവിടെ പിൻകോഡ എന്ന് പറഞ്ഞ സാധനമാണ് വെച്ചേക്കണത്, പഴയ ചെറുതേക്ക്. അത് കൂടാതെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്തേക്കണത് അൾജീരിയൻ അലുമിനിയത്തിലാണ് വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്തത്. അൾജീരിയൻ അലുമിനിയം, അതിനകത്താണ് വിൻഡോസ് ചെയ്തത്. മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്, പിന്നെ ലൈഫാണ്, പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിങ്ങിനനുസരിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ല. പിന്നെ എസ്തെറ്റിക് വ്യൂവിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കുറച്ച് മഴ വരുമ്പോഴോ വേനൽക്കാലത്തോ അതിന്റെ അടയ്ക്കുന്നതിന്റെ ആ ഒരു പ്രശ്നം, തടിയുടെ ആ ഒരു തനി സ്വഭാവം ഇത് കാണിക്കത്തില്ല. പക്ഷേ വേറെ തടിയേക്കാൾ കോസ്റ്റ് കൂടുതലാണ് തന്നെ ഇപ്പം പറയുന്നുണ്ടല്ലോ. ഓൾമോസ്റ്റ് തടിയേക്കാളും മുകളിലേ നിൽക്കും. മുകളിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീടിന്റെ, അപ്പൊ ഈ സാധനത്തിന് റേറ്റ് കൂടുതലാണെന്നാണ്. തീർച്ചയായിട്ടും അത് ലാഭിക്കാൻ വേണ്ടിയല്ല, ആ വ്യൂവിനും പിന്നെ അതിന്റെ ലൈഫ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിഫക്റ്റുകളൊക്കെ ഒരു പരിധിവരെ കിട്ടും. പിന്നെ മാത്രമല്ല ഫ്രണ്ട്ലിയാണ്, യൂസർ ഫ്രണ്ട്ലിയാണ്. ഇനി വേറെ കൺസ്ട്രക്ഷനിലേക്ക് നമുക്ക് വരാം. അതിനുശേഷം പാർട്ടായിട്ട് ഞാൻ ചോദിക്കാം, നമ്മൾ ഈ കൺസ്ട്രക്ഷൻ എന്ത് ബ്രിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് കൺസ്ട്രക്ഷൻ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഐസൊലേറ്റഡ് ഫുട്ടിങ്ങാണ് ചെയ്തേക്കുന്നത്. അത് ഫൗണ്ടേഷന്റെ ടോപ്പിൽ ബേസ്മെന്റ് കെട്ടിയിരിക്കുന്നത് നമ്മുടെ ബ്രിക്കിലല്ല, അത് സോളിൽ ബീമായിട്ട് തന്നെ ചെയ്തേക്കുന്നത്, ബീം തന്നെ ചെയ്തേക്കുന്നത്. പിന്നെ പല ആൾക്കാരും വില്ല പോലെ അല്ലെങ്കിൽ വീട് പണിത് വെക്കുന്ന ആൾക്കാരൊക്കെ ഫില്ല് ചെയ്യണത് വേസ്റ്റ് ഒക്കെ ഇട്ടാണ്. നമ്മൾ റെഡ് എർത്ത് ഇട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. എല്ലാത്തിനും എല്ലാം അതിന്റെ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. അപ്പൊ അത് അങ്ങനെ കാണുന്നത് മുകളിലേക്ക് വരുമ്പോൾ സോളിൽ ബ്രിക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. സോളിഡ് ബ്രിക്സ് ആണ്. അതെ. ഇനി ഞാൻ വേറൊരു കാര്യം എടുത്തു ചോദിക്കട്ടെ, ഇപ്പോൾ പലയിടത്തും ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ക്യാപിലറി റിയാക്ഷൻ ഉണ്ടാകുന്ന കാരണം വെള്ളം മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതിന് ബിറ്റുമിൻ ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇത് ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ച ചോദ്യമാണ്. വേറെ ഒന്നുമല്ല, ഒരു വില്ല വാങ്ങിക്കാൻ നേരത്തെ എവിടേക്കാണ് കോസ്റ്റ് കട്ട് ചെയ്യാന്നുള്ളതാണ് ഒരു ബിൽഡർ ചിന്തിക്കുക. സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് തൽക്കാലം ഒരു വിൽക്കണ വരെ നമുക്ക് അവന് സേഫ് ആണെങ്കിലും അത് കഴിഞ്ഞ് ആഫ്റ്റർ 2 വർഷത്തിനുള്ളിൽ അവർ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ കേസിൽ അതിന്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ 4 സ്ട്രോക്കിന്റെ സീക്കയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചേക്കുന്നത്. അത് പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് ബ്രിക്ക് വർക്കിന്റെ ഒരു 3 അടി ഹൈറ്റിൽ നമ്മളത് ബിറ്റുമിനാണ് ടാറാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് അതിന് ഉപയോഗിക്കുന്ന വേറെ മെറ്റീരിയൽ ഉണ്ട് 4 സ്ട്രോക്കിന്റെ. ഇത് 2 ലെയർ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഏകദേശം ഒരു വില്ലയിൽ 60,000 to 75,000 നമുക്ക് അതിന് മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനത് ചോദിക്കാനുള്ള ഒരു കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ എനിക്ക് 1 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഞാനൊരു വില്ല പ്രോജക്റ്റ് ചെന്നു. വില്ല പ്രോജക്റ്റ് കുറേ വില്ലകളുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഡെമോ ഹൗസാണ്. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ കണ്ട ഈ ഒരു പ്രശ്നം കണ്ടപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ഓക്കെ ഞാൻ ഇതിങ്ങനൊരു സാധനം ഉണ്ടല്ലോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒഴിവാക്കാമല്ലോ എന്ന് അവർ ചോദിച്ചപ്പോൾ ഒരു വീടിന് ഇത്രയും കോസ്റ്റ് ആവും, അപ്പം ഞങ്ങൾ ഇത്രയും പണിതേക്കുന്ന വീടിന് ചെയ്യും ഞങ്ങൾക്ക് ഹെവി കോസ്റ്റ് ആണ്. തീർച്ചയായിട്ടും അതൊരു ബിസിനസ് ആംഗിൾ ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഫിറ്റ് ആണ്. പക്ഷേ ആ തൽക്കാലം ആ കസ്റ്റമറെ സാറ്റിസ്ഫൈ ആയെങ്കിൽ ലോങ് ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇവിടെ വാങ്ങിക്കുന്ന ഒരാൾ അടുത്ത അവരുടെ കസിനോ അല്ലെങ്കിൽ മറ്റുള്ളവർ വന്നാൽ നമ്മളെ ചൂസ് ചെയ്യണം. അതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന അച്ചീവ്മെന്റ്. ഈ 1200ഓളം വീടുകൾ ചെയ്യാൻ കോൺട്രാക്റ്റായിട്ടും അല്ലെങ്കിൽ ബിൽഡറായിട്ടും എന്നുള്ള ലെവലിൽ വില്ലാസായിട്ടും ചെയ്യാൻ പറ്റിയത് എല്ലാം ബന്ധങ്ങളിലാണ്. ഞാൻ അടുത്ത കാര്യം ചോദിക്കാം, ഇവിടെ ഈ പൈപ്പുകളൊക്കെ ഏത് തരത്തിലുള്ള പൈപ്പ്സ് ആണ് യൂസ് ചെയ്തത്? അതും റൈറ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇത് ചോദിക്കേണ്ട കാര്യം, ഇതൊന്നും പുറമേ വരുന്ന ഒരാൾ കാണുന്നില്ല. അതാണ്, അതായത് വന്ന ആൾക്കാർ വീടിന്റെ ഭംഗി നോക്കുക, വീടിന്റെ അകത്ത് കയറി കാണുക, പ്രൈസ് ചോദിക്കുക, പോവുക എന്നുള്ളത്. ഈ പൈപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം സെറ ബ്രാൻഡഡ് ആണ്. പക്ഷേ ഈ PVC പൈപ്പ് അല്ല ഉപയോഗിച്ചത്, UPVC പൈപ്പാണ് എല്ലാം ഉപയോഗിച്ചേക്കുന്നത്. കോസ്റ്റ് കൂടുതൽ 25% കൂടുതലാണ് സാധാരണ PVC-നേക്കാളും. അതെന്താ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ലോങ് ലൈഫിന്റെ മാത്രമല്ല, നമ്മൾ പ്രഷർ പമ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. UPVC പൈപ്പാണ് എൻ്റെ വർക്കിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇനി അടുത്ത കാര്യം, ഇതേപോലെ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ് വയറിങ്. അതെ, വയറിങ് എന്താ? വികാട് അതില്ല. കാരണം വെച്ചാൽ വികാടിനെ നമുക്ക് ഇപ്പൊ സാധാരണ മലയാളികൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത് വികാടാ ചെയ്തത്. ഹണിവെലിന്റെ ബ്രാൻഡ് സ്വിച്ചസ് ആണ് ഉപയോഗിച്ചത്. ഹണിവെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്വിച്ചുകൾ. പിന്നെ നമ്മുടെ ഹാൻഡ് റെയിൽ മറ്റു കാര്യങ്ങളൊക്കെ
അത് എല്ലാ വീടിനും ഹാൻഡ് ടഫ് ആൻഡ് ഗ്ലാസ് വിട്ട് വുഡാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ട്രെൻഡുകൾ മാറുന്നുണ്ട്. ഈ ടഫ് ആൻഡ് ഗ്ലാസ് വുഡ് വെച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ഒരു റണ്ണിംഗ് മീറ്ററിന് എന്തോ 9,000 രൂപ നമുക്ക് വരും. പക്ഷേ ഇപ്പൊ ആൾക്കാർ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ കോസ്റ്റ് എഫക്റ്റീവ് അല്ല, കാണാനൊരു എലഗന്റ് ആയിരിക്കണം, അതിന് വേണ്ടിയിട്ട് വർത്തായിരിക്കണം വാങ്ങിക്കുന്ന ആൾക്ക്. ഇനി അടുത്ത ചോദ്യം അടുക്കളയാണ്. നമുക്ക് അടുക്കളയിലേക്ക്, കാരണം അടുക്കള വളരെയേറെ ആളുകൾ നോക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അടുക്കളയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ അടുക്കളയുടെ സ്ലാബൊക്കെ എന്താണ്? മോഡുലർ കിച്ചൺ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്റീരിയർ ചെയ്യേണ്ട ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അവർ വന്നിട്ട് പറയണത് ഞങ്ങൾക്ക് വീട് പ്ലസ് അടുക്കള മാത്രം ചെയ്താൽ മതി, കിച്ചൺ കബോർഡ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സാധാരണഗതിയിൽ ഒരു കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡഡ് ചെയ്യണമെങ്കിൽ 3 lakhs അടുത്താവും. അത് 1.5 lakhs ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കാം. അത് കോട്ട് പല രീതിയിലാണ് നമുക്ക് വരുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ഒരു ബ്രാൻഡിൽ നമ്മൾ ചെയ്യുള്ളൂ. അതിൽ താഴേക്ക് ചെയ്യണമെങ്കിൽ ക്ലയന്റ് ഡയറക്റ്റ് ചെയ്യാം, നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കില്ല. അതൊരു നല്ല കാര്യം. അത് പറഞ്ഞ് എടുത്തു പറയാൻ, കുറഞ്ഞ ബ്രാൻഡ് ഇട്ട് ചെയ്യില്ല, കുറഞ്ഞ സാധനം വെച്ച് ചെയ്യാൻ ഇങ്ങോട്ട് പറഞ്ഞാലും ചെയ്യില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും. ഒരു കാര്യം ഒരു എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഈ ബ്രാൻഡ് ഉപയോഗിക്കരുത്, ഇത് കുറഞ്ഞതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഫിനാൻഷ്യൽ ടൈറ്റ് ഉള്ളതുകൊണ്ടാണ് അവരെല്ലാം ബഡ്ജറ്റ് കൺട്രോൾ ആക്കുന്നത്. പക്ഷേ ഈ സാധനം 10 കൊല്ലം കൂടുമ്പോൾ ട്രെൻഡ് മാറും, ശരിയാണ്. പക്ഷെ നമ്മൾ ചെയ്തിട്ട് അതിനൊരു കംപ്ലൈന്റ് വന്നാൽ അത് ബിൽഡർക്കാണ് എപ്പോഴും അതിൻ്റെ ഒരു മോശം വന്നത്. തീർച്ചയായിട്ടും ഓണർ ചെയ്താണെങ്കിൽ നമുക്ക് അതിൽ റിസ്ക് ഇല്ല. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ മിനിമം ഗ്യാരണ്ടി വെക്കും, അതാണ് ഗ്യാരണ്ടി വെക്കും. ഇനി നമുക്ക് അടുത്ത എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ ഒരു പ്രോജക്റ്റുമായിട്ട് അല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങളിപ്പോൾ ഒരാൾക്ക് ലാൻഡ് ഉണ്ട്, ഇപ്പോൾ ഇടപ്പള്ളിലെ കാക്കനാടൊക്കെ ഒരു ലാൻഡ് ഉണ്ട്, കൺസ്ട്രക്ഷൻ അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുക്കുമോ? നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഫീൽഡിൽ നിന്നാണ് വന്നത്. ഈ 1200 വീട് എന്ന് പറയുന്ന വില്ലകളെല്ലാം ചെയ്ത് കൺസ്ട്രക്ഷൻ്റെ പാർട്ടാണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്, ഡിസൈനായിട്ടും കോൺട്രാക്ടിങ് ആയിട്ടൊക്കെ. അത് നമ്മൾക്ക് നമ്മൾ റേറ്റ് ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. അത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ സ്ക്വയർ ഫീറ്റിനൊക്കെ ആൾക്കാർ ചോദിക്കുന്ന 2,000 രൂപക്കും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ അതിൻ്റെ റേറ്റ് എടുത്തിട്ട് BOQ അടിസ്ഥാനത്തിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോട്ട് കൊടുക്കും. ഓരോന്നിനും ഓരോ ഐറ്റം ആയിട്ട് കൊടുക്കും. ഫൗണ്ടേഷൻ ആണെങ്കിൽ ഒരു 6-7 ഐറ്റം ഉണ്ടാവും, അതുപോലെ സ്ട്രക്ചറിൻ്റെ ഒരു ഐറ്റം, അങ്ങനെ എല്ലാത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് എത്ര കോസ്റ്റ് വരും എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ ചോദിച്ച മറ്റൊന്നുമല്ല, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് സർവീസ് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം ചെയ്യുന്നുണ്ട്. വിത്തിൻ എറണാകുളം ലിമിറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എറണാകുളം ലിമിറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വില്ലയിലേക്ക് വീണ്ടും തിരികെ വരാം. അപ്പോൾ ഇവിടെ ആ ഒരു ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന അതിന്റെ മുകളിൽ ഷിംഗിൾസ് എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? അത് എസ്തറ്റിക് വ്യൂവിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് കോസ്റ്റ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പലതിലും കൂടിയിട്ടുണ്ട്. കാരണം റൂഫ് സാധാരണ ഫ്ലാറ്റ് റൂഫ് തന്നെയാണ്. പക്ഷെ വ്യൂവിന് വേണ്ടി അഡീഷണൽ ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒരു ഷിംഗിൾസ് ഇട്ട് അതൊക്കെ അങ്ങനെയുള്ള വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അല്ല, ഇത് തന്നെ നമുക്ക് ഒരു ബോക്സ് പോലെ ചെയ്യണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ കുറഞ്ഞു കിട്ടും. അപ്പോൾ 9, 10, 14 വില്ലുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ വ്യത്യാസം വരും? അതെ, പുറത്ത് വരുമ്പോൾ 10 ലക്ഷം രൂപയായി. ചെറിയ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിൽഡറെ സംബന്ധിച്ചോളം ഇവിടെ എല്ലാം ഇതെല്ലാം നമ്മളെ ഗുണങ്ങളാണോ ദോഷങ്ങളാണോ എന്ന് വെച്ചാൽ അത് ആൾക്കാർ തീരുമാനിക്കട്ടെ. പക്ഷേ മിനിമം ഒരു വീടെന്ന് പറയുമ്പോൾ പല ആൾക്കാർ ഷേപ്പ്, ഒരു റൂഫിന്റെ ഒരു ഫീല്, അല്ലെങ്കിൽ ഒരു കണ്ടംപററി തീർച്ചയായിട്ടും നമ്മൾ പണ്ടോട്ടെ എങ്ങനെയാണ് അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും. ചിലപ്പോൾ നന്നായിട്ട് വെള്ളം അടിച്ച് അകത്തേക്ക് കയറുന്ന അവസ്ഥയാണ്, നല്ല മഴക്കാലം. നമ്മൾ എനിക്ക് തോന്നുന്നു കുഞ്ഞുനാളില് നമ്മളുടെ അടുത്ത് ഒരു വീട് നമ്മൾ ആദ്യം ഷേപ്പേ വരയ്ക്കുള്ളൂ. ഷേപ്പ് വരച്ചിട്ട് നമ്മൾ വാക്കി താഴോട്ട് 2 കാല് വരയ്ക്കും, എന്നിട്ട് മുട്ടിക്കും. അത് ആ ഒരു ബേസിക് കോൺസെപ്റ്റിലാണ് അത് ചെയ്തത്. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. നമ്മൾ പറയണത് എല്ലാവർക്കും ആവണമെന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ഇനി അടുത്ത എൻ്റെ ഒരു കാര്യം നമ്മുടെ പ്രൈസിങ് ആണ്. തീർച്ചയായിട്ടും ഒരു വില്ലയ്ക്ക് എത്ര രൂപ വരും എന്നുള്ളൊരു കാര്യമാണ്. അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഇതിലൊരു പ്രൈസ് പറഞ്ഞാലും ആൾക്കാരൊന്നൊരു നെഗോസിയേഷൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പം നമ്മൾ വിത്തൗട്ട് ഇന്റീരിയൽ ആണെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ 1.2 CR ആണ് ഇതിൽ പറയുന്നത്. അതുകൂടാതെ തന്നെ വിത്ത് ഇന്റീരിയൽ ആണെങ്കിൽ 1.35 ആണ് നമ്മൾ ഇത് ചെയ്യിക്കുന്നത്. പിന്നെ ചെറിയ രീതിയിൽ നിങ്ങളുടെ ഒരു റെഫറൻസിലൊക്കെയാണ് വന്ന കേസാണ്, ഇതാണ് നമുക്ക് ചെയ്തു കൊടുക്കാം. അല്ല, വേറൊരു കാര്യമുണ്ട്, 5 സെന്റ് സ്ഥലം കിട്ടുന്നുണ്ട്. തീർച്ചയായും 5 ഉണ്ടാവും. 5 സെന്റ് സ്ഥലം 2150 കവേർഡ് 2 വണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന. പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ എല്ലാം ബ്രാൻഡഡ് ആണ്. അപ്പോൾ കസ്റ്റമർക്ക് ധൈര്യമായിട്ട് ഒരു ഇതുപോലെ വാങ്ങിക്കാം. അവർ തന്നെ ചിന്തിക്കാം, അവരൊരു വീട് വെക്കുകയാണെങ്കിൽ സ്ഥലം മേടിച്ച് ഒരു വീട് വെച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റും ഇതും കമ്പയർ ചെയ്യാം. പിന്നെ ഒരു കൊല്ലത്തെ അവരുടെ പ്രയത്നം, അവരുടെ എഫേർട്ട്, ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അധികം വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല.
അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെയും അനീഷേൻ്റെ നമ്പരും അല്ലെങ്കിൽ പ്രോജക്റ്റിനെ ഈ ഇതിനകത്ത് വന്നൊരു പ്രോജക്റ്റ് കാണാനും അല്ലെങ്കിൽ വീട് കാണാനൊക്കെ ഉള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ അനീഷേൻ്റെ സോഷ്യൽ മീഡിയ ചാനലുകൾ മറ്റു കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയ ബന്ധങ്ങളിലൂടെയാണ് പോയിരുന്നത്. ലാസ്റ്റ് 25 കൊല്ലമായിട്ട് ഒരു വർക്ക് ചെയ്യും അവരുടെ റെഫറൻസിലാണ് പോയിരുന്നത്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആവശ്യം വന്നില്ല. പക്ഷെ കാലത്തിന്റെ കുത്തൊഴുകിൽ ഇന്ന് അതും ആവശ്യം വന്ന് കാലം മാറി. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ സോഷ്യൽ മീഡിയ തുടങ്ങുന്നുണ്ട്, ഞങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും പേജ് തുടങ്ങാനായിട്ട്. അപ്പം ഞാൻ നമ്പറൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ വരിക, സൈറ്റ് കാണുക, പണികളൊക്കെ കണ്ടോളുക, എല്ലാം നോക്കി വില. ഞാൻ ഈ പറഞ്ഞതോ പുള്ളി ഈ പറഞ്ഞതോ ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ വരിക, കാണുക, കണ്ട് ബോധ്യപ്പെടുക. പിന്നെ ഈ നേരത്തെ കാണിച്ച വിഷ്വൽസ്, അതായത് പണിതുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തുള്ള വിഷ്വൽസ് എല്ലാം ഒറിജിനൽ വിഷ്വൽസ് തന്നെയാണ്. ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം തരാൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് സൂം ചെയ്ത് നോക്കാം എന്ത് സിമെന്റാണ് ഉപയോഗിച്ചേക്കുന്നത്. തട്ടയിലെ ആൾക്കാർ പറയില്ലേ വെള്ളം കെട്ടിയിരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം കാണാം. ഒരു കാര്യം വിട്ടുപോയി, നമ്മളിത് ബാങ്ക് അപ്രൂവ്ഡ് ആണ് കേട്ടോ പ്രോപ്പർട്ടി. അത് പറയാൻ പറ്റും. ഇത് ഇപ്പോൾ IDBIയുടെ ആയാലും SBIയിലെ ആണെങ്കിലും കാനറ ബാങ്കിന്റെ ആയാലും HDFC ആയാലും നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ചെയ്യാം. കസ്റ്റമറുടെ എലിജിബിലിറ്റി മാത്രമേ ഇതിലൊരു നോക്കേണ്ട. സാധാരണ ഈ വില്ല ഒരു പ്രോജക്റ്റ് ഒരു വില്ല വീടോ വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രോപ്പർട്ടിയുടെ ലീഗൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവരൊക്കെ അപ്രൂവ് ചെയ്തിട്ടേക്കുന്നുണ്ട്, ലീഗലിനകത്ത് ഇനി പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ അപ്രൂവൽ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. ഫുള്ള് ഡീറ്റെയിൽ ഫിനാൻസിൻ്റെ സപ്പോർട്ടൊക്കെ ഇവിടെ ചെയ്തു തരും. അപ്പോൾ നേരെ വരിക, ഇവിടെ ആ നമ്പർ എടുക്കുക, വിളിക്കുക, വരിക, കാണുക, ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കൊള്ളുക. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇനി ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഇവിടെ ലേക്ക് ഷോർ അടുത്തുള്ളതാണ്, സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല അന്വേഷിച്ചെടുക്കണം. ഇവിടുത്തെ വില്ലയുടെ റെന്റ് എന്ന് പറയുന്നത് ഏകദേശം 40,000 to 50,000. അപ്പോൾ ഫർണിഷ്ഡ് വില്ല ആണെങ്കിൽ ഒരു NRIസിന് ഇൻവെസ്റ്റ് ചെയ്യാനാണ്, പിന്നീട് വന്ന് താമസിക്കാൻ ഇപ്പോൾ വന്ന കസ്റ്റമർ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 40,000 to 50,000 നിയർലി വാടക കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഒരു റെന്റലായിട്ടും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും മാറ്റാം. ഇത് വേണോ? ഒരുപാട് ആൾക്കാർ വിദേശത്തുള്ളവർ വാങ്ങിച്ചിടുന്നുണ്ടല്ലോ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നല്ലേ വിശ്വാസം? അതെ. അപ്പോൾ നിങ്ങൾ നേരെ നമ്പർ എടുത്ത് വിളിച്ചോളൂ, വന്നോളൂ, കണ്ടോളൂ, വാങ്ങിച്ചോളൂ. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.